ഇപ്പോൾ നെജ്മലിനെ സ്കൂളിലേക്കൊന്നും പറഞ്ഞു വിടാൻ പറ്റുന്നില്ലേ? ഇല്ല, പറ്റുന്നില്ല. ഏകദേശം ഒരു മാസമായി സ്കൂളിൽ പോയിട്ട്. അപ്പോൾ ഓട്ടോ ചാർജും കാര്യങ്ങളൊക്കെ വേണമല്ലോ. ഓട്ടോക്കാ പോയി വന്നുകൊണ്ടിരുന്നത്. ഓട്ടോക്ക് അല്ലാതെ ബസ് കയറാനൊന്നും പറ്റുമല്ലോ. അപ്പോൾ ആശ്വാസകരണം 2 വർഷമായിട്ട് അതുണ്ടെങ്കിൽ അത് തന്നെ. പക്ഷെ അതുമില്ല. പിന്നെ ഭിന്നശേഷി പെൻഷനില്ല. അപ്പം എൻ്റെ പെൻഷനും ഇല്ല, വിധവ പെൻഷനും ഇല്ല. അപ്പോൾ അതുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യും. സാമൂഹ്യക്ഷേമ പെൻഷൻ, ഭിന്നശേഷിക്കാരുടെ പെൻഷൻ മുടങ്ങിക്കിടക്കുന്നതിനെ തുടർന്ന് ബുദ്ധിമുട്ടിലായിട്ടുള്ള നെജ്മലിൻ്റെ വാർത്ത മാതൃഭൂമിയാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. ബഡ്സ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നതാണ്. ഇവിടുന്ന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ്. അപ്പോൾ ഡെയിലി പോകാമെന്ന് പറയുന്നത്, ഓട്ടോറിക്ഷ വിളിക്കാമെന്നൊക്കെ പറയുന്നത് വലിയ ചിലവാണ്. അപ്പോൾ അക്കാര്യവും ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അത് പരിഹരിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് കുന്നമല പഞ്ചായത്ത് ലീഗ് കമ്മിറ്റി നേതൃത്വം കൊടുക്കുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. ഇവന് ക്ലാസ് പോവുകയും ചെയ്യാമല്ലോ. അപ്പോൾ തിങ്കളാഴ്ച തൊട്ട് പോവാം. അപ്പോൾ ഇതൊരു സമരം കൂടിയാണ്. കാരണം സമരം പല നിലക്കുണ്ട്. ഇത് പിന്നെ ഞങ്ങൾ പെൻഷൻ കൊടുത്തുകൊണ്ടുള്ളൊരു പ്രതിഷേധം കൂടിയാണ്. ജോം ടി കെയോടൊപ്പം രാഹുൽ കെ വി, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.